പി.കെ. ഗോപൻ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെ മാത്രമല്ല പ്രതിപക്ഷ നേതാവിനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. പിണറായി വിജയൻ കേരളത്തിന്റെ പുതിയ പ്രതിപക്ഷ നേതാവാകും. കഴിഞ്ഞ തവണ UDF വലിയ തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ അവർ തിരിച്ചു വരാൻ വേണ്ടി ചെയ്തതെന്താ? അടിമുടി മാറി. KPCCയുടെ നേതൃത്വം മാറി, മുല്ലപ്പള്ളി രാമേന്ദ്രൻ മാറി, പുതിയ നേതൃത്വം വന്നു, കെ സുധാകരൻ അധ്യക്ഷനായി. അതേപോലെ രമേശ് ചെന്നിത്തല മാറി, VD സതീശന്റെ പുതിയ നേതൃത്വം വന്നു. അങ്ങനെ ഒരു പുതിയ നേതൃത്വമാണ് എണ്ണയിട്ട യന്ത്രം പോലെ ചലിച്ച് അവർക്ക് ഒരു വലിയ ഇലക്ഷൻ വിജയത്തിലേക്ക് പോകാൻ ഇടയായത്. CPM-നെ സംബന്ധിച്ച് അങ്ങനെ ഒരു മാറ്റം എന്ന ഒരു ആംഗിളിൽ ചിന്ത പോകാഞ്ഞത് എന്തുകൊണ്ടാണ്? കുറെ കൂടി യങ്ങായി പുതിയ കാലത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പാർലമെന്ററി പാർട്ടി നേതൃത്വം ആയിരുന്നില്ലേ വേണ്ടത്? ശ്രീ അഭിലാഷ്, ഞാൻ ആദ്യമായി അതിൽ പ്രതികരിക്കുന്നതിന് മുമ്പ് ഇന്ന് കേരളത്തിൽ മുഖ്യമന്ത്രിയായി തീരുമാനിക്കപ്പെട്ട മുൻകാലത്ത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്ന ബഹുമാന്യനായ ശ്രീ VD സതീശന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അദ്ദേഹത്തിന് അടുത്ത 5 വർഷക്കാലം അദ്ദേഹം ജനങ്ങളോട് പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളും ഭരണപക്ഷത്തിനെതിരായിട്ട് ഉയർത്തിയ വിമർശനങ്ങളും അതിനെയെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി അങ്ങ് ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പൊതുവെ എടുത്തൊരു നിലപാടിൽ ഒരു ചെറിയ കൂട്ടിച്ചേർക്കൽ എനിക്കുണ്ട്. അതായത് ജനങ്ങളുടെ വിജയമാണ് എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചില ചാനൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, കേരളത്തിൽ ആര് വിജയിച്ചാലും അത് ജനങ്ങളുടെ വിജയമാണ്. അപ്പോൾ എന്നോട് എടുത്തു ചോദിച്ചു, UDF വിജയിച്ചാലും അങ്ങനെ തന്നെയാണോ അഭിപ്രായം? ഞാൻ പറഞ്ഞു, UDF വിജയിച്ചാലും LDF വിജയിച്ചാലും ജയിക്കുന്നത് ജനങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് അന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഇപ്പോൾ ജനങ്ങളുടെ വിജയമാണ് UDFൻ്റെ വിജയമെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, അത് സമ്മതിച്ചു തരാം. തീർച്ചയായിട്ടും ജയിച്ചവരങ്ങനെ പറയുമ്പോൾ അത് നിഷേധിക്കേണ്ട കാര്യമില്ല. പക്ഷേ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് ജനങ്ങളുടെ വിജയമാണെന്ന് പറയുമ്പോൾ അത് ജനങ്ങളുടെ വിജയമല്ല എന്നല്ല ഞാൻ പറയാൻ വരുന്നത്, മറിച്ച് മറ്റ് 2 പേരെ അല്പം ഇൻസൾട്ട് ചെയ്യുന്ന കാര്യമാണത്. ശ്രീ KC വേണുഗോപാലും ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കും ജനപിന്തുണ ഇല്ല എന്നൊരു ധ്വനി അതിനകത്ത് വരുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് അവരുടെ ആഭ്യന്തര കാര്യത്തിൽ പറയാനുള്ള യോഗ്യതയില്ല. പക്ഷേ കേരളത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ അവർക്ക് 3 പേർക്കും അതിന് അർഹതയുള്ളവരാണ്. അതുകൊണ്ട് ഒരാളെ തീരുമാനിച്ചു കഴിയുമ്പോൾ ഒരാളെ തീരുമാനിക്കാൻ പറ്റൂ എന്നുള്ളതല്ലാതെ മറ്റു 2 പേർക്കും ജനപിന്തുണ ഇല്ല എന്ന ഒരു ധ്വനി വരുന്നത് ഒട്ടും ശരിയായ ഒരു നിലപാടല്ല. അതുപോലെ അതിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ ഒന്നും നമ്മൾ ഇപ്പോൾ അങ്ങനെ നെഗറ്റീവായിട്ട് എടുക്കുന്നില്ല. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പക്വത കൊണ്ട് അദ്ദേഹം ഗുരുവായൂരിലേക്കും, ശ്രീ KC വേണുഗോപാലിൻ്റെ പക്വത കൊണ്ട് എനിക്ക് ജനപിന്തുണ ഉണ്ടാക്കാൻ ഞാൻ പ്രത്യേകമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പ്രതികരിക്കേണ്ടി വന്നതും നമ്മളെല്ലാം മനസ്സിൽ വെക്കുന്നത് നല്ല കാര്യമാണ്. ഇനി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നതിനെക്കുറിച്ചുള്ള അങ്ങയുടെ ചോദ്യം, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും 10 വർഷം മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച ആൾ തന്നെ തുടർന്ന് ഇലക്ഷനിൽ നേതൃത്വം കൊടുക്കട്ടെ എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരാൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെടുമ്പോൾ അദ്ദേഹത്തെ പിൻവലിക്കുക എന്നതിൻ്റെ അർത്ഥം വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ്. വിജയവും പരാജയം മാത്രമല്ല, വിജയവും വ്യക്തിപരമായ ഉത്തരവാദിത്തമായിട്ട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണാറില്ല. ഞങ്ങൾ കാണുന്നത് അത് ബ്രാഞ്ച് സെക്രട്ടറി മുതൽ പാർട്ടി ജനറൽ സെക്രട്ടറി വരെയുള്ളവരുടെ പ്രവർത്തനമാണ്, അല്ലെങ്കിൽ പാർട്ടി അംഗങ്ങൾ മുതൽ പാർട്ടി നേതൃത്വം വരെയുള്ളവരുടെ പ്രവർത്തനമാണ്. അതിന് കൂടെ നിൽക്കുന്ന ജനങ്ങളുടെ പ്രവർത്തനമാണ് ഒരു മുന്നണിയെ വിജയിപ്പിക്കുന്നതും പരാജയപ്പെടുത്തുന്നതും. അതുകൊണ്ട് വിജയിച്ചാൽ അത് പിണറായി വിജയൻ്റെ നേട്ടം, പരാജയപ്പെട്ടാൽ അത് പിണറായി വിജയൻ്റെ കോട്ടം എന്ന ഒരു വിലയിരുത്തൽ കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ സ്വീകരിക്കാറില്ല. അതാത് കാലത്തെ രാഷ്ട്രീയ സന്ദർഭങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും മൂർത്തമായി വരുന്ന പ്രശ്നങ്ങളുമാണ് ജനങ്ങളുടെ മുമ്പിൽ വരുന്നത്. അതുകൊണ്ട് അദ്ദേഹം നേതൃത്വം കൊടുത്ത ഒരു മുന്നണിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്, പരാജയപ്പെട്ടത് ആ മുന്നണിയാണ്. ആ മുന്നണിയുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ആൾ തന്നെ, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത ആൾ തന്നെ പ്രതിപക്ഷ നേതാവായി തുടരുക എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചത്. അതിനെ ഞങ്ങൾ അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. ശരി, അതാണ് അക്കാര്യത്തിലെ CPM-ന്റെ ചിന്ത.